വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ജീവിച്ചിരിക്കുന്നതിലും അപ്പുറം സന്തോഷമായി തരുന്നത് മറ്റൊന്നുമില്ല. ഈ ഡയലോഗ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ആരാണെന്ന് എൻ്റെ കൂടെ ഉള്ളതെന്ന്. ജീവിതം കൊണ്ട് അഡ്രസ് ഉണ്ടാക്കിയ വ്യക്തി, ജീവിതത്തെ പറ്റി കൃത്യമായി ബോധ്യമുള്ള ഒരാൾ. ലെറ്റ്സ് വെൽക്കം ആക്ടിവിസ്റ്റ് മൈത്രേയൻ സർ. വെൽക്കം ടു ദ ഷോ. ഞാൻ മൈത്രേയൻ എന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കാം. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് മൈത്രേയനെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൈത്രേയനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ഓക്കെ ആയിരിക്കും കുറേ പേർക്ക്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആളുകൾ ഇൻ്റർവ്യൂസിൽ ആങ്കേഴ്സ് വരുന്ന ഗസ്റ്റിനെ പേരെടുത്ത് വിളിക്കുമ്പോൾ താഴെ കോമൻസ് വരാറുണ്ട്. ഇത്രയും പ്രായമുള്ള ഒരാൾ നിങ്ങൾ ഇത്ര അഹങ്കാരികളാണോ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, സൊസൈറ്റി മാറിയിട്ടുണ്ടോ? സൊസൈറ്റി മാറുക എന്ന് പറഞ്ഞാൽ താനേ മാറുക എന്ന് പറയുന്നില്ല. നമ്മൾ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള മേഖലയിലുള്ള ഏത് പെരുമാറ്റ രീതിയും പഠിച്ചും പഠിപ്പിച്ചും പരിശീലിച്ചുമാണ് നമ്മൾ ഉണ്ടാകുന്നത്. കുട്ടിക്കാലത്ത് തൊട്ട് നമ്മളെ മേല് കീഴുള്ള ഹെറാർക്കിക്കൽ എന്നതിന് പറയുന്നത്. ഹെറാർക്കിക്കലായിട്ടുള്ള വാല്യൂസാണ് വീടുകളിൽ പഠിപ്പിക്കുന്നത്. അത് വീടുകളിൽ പഠിപ്പിക്കുമ്പോൾ വീട്ടുകാർ താനെ അറിഞ്ഞിട്ട് പറയുന്നതല്ല, വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷം കൊണ്ട് പഠിപ്പിച്ചെടുത്ത ഒന്നാണ് ഹെറാർക്കിക്കലായിട്ടുള്ള മൂല്യം. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ഗോത്ര സമൂഹത്തിനകത്തായിരിക്കുമ്പോൾ പ്രായം കൊണ്ട് ആ തരത്തിലുള്ളൊരു സ്വഭാവം നമുക്ക് താനേ വരും. പക്ഷെ ബാക്കിയുള്ള എല്ലാം ആചാരം നമ്മൾ പറയുന്നത് പരിശീലിപ്പിച്ചേ പറ്റും. അങ്ങനെ ആചരിച്ച ജീവിതത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്ന് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ടാക്കുന്ന. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അവർ ഓടി നടക്കത്തില്ലേ, എല്ലാവരുടെ മടിയിൽ കയറിയിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത്, അവർ ആ പേര് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്കതൊരു തെറ്റായിട്ടോ ഇങ്ങനൊന്നും അനുഭവിപ്പിക്കത്തില്ല. അപ്പം നമ്മളെ മേല് കീഴുള്ള മൂല്യബോധത്തിൽ പഠിപ്പിച്ച് വളർത്തി ഉണ്ടാക്കിയതാണ് ആ സംസ്കാരം. അപ്പം ആ സംസ്കാരം എനിക്ക് തോന്നുന്നു ഒരു 8,000 തൊട്ട് ഒരു 10,000 വർഷത്തിനകത്തുണ്ടായ മനുഷ്യരുടെ ഒരു പെരുമാറ്റ രീതിയാണ്, പരിശീലിപ്പിച്ചതാണ്. അങ്ങനെ പരിശീലിപ്പിച്ചുണ്ടാക്കിയ വീടുകളും അതിനുശേഷം ഉണ്ടാക്കിയ സമൂഹ നിർമ്മാണമൊക്കെയാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 200 വർഷമായിട്ടാണ് നമ്മൾ ഈ തുല്യത, ഇക്വാലിറ്റി എന്ന് പറയുന്ന സങ്കല്പം അതിനു മുമ്പ് മനുഷ്യർക്ക് ഇടയിലില്ല. ആ തുല്യത എന്ന് പറയുന്നത് മൂല്യമായിട്ട് മാറിയപ്പോഴാണ് സമാന്തരമായ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ബഹുമാനിക്കുക എന്നാണ് ഇന്നത്തെ മൂല്യം. അതാണ് പരസ്പരം ബഹുമാനിക്കുക. അപ്പോൾ ഈ പരസ്പരം ബഹുമാനിക്കുന്ന മൂല്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നേരത്തെ പഠിച്ചിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രായം കൊണ്ട്, അറിവ് കൊണ്ട്, ബലം കൊണ്ട്, പദവി കൊണ്ട്, അധികാരം കൊണ്ട് ഒക്കെ മേല് കീഴിരിക്കുന്ന സമൂഹത്തിനകത്താണ് നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന സമൂഹത്തിനകത്തെ ഒരു ഇടമാണ് വീടെന്ന് പറയുന്നത്. ആ വീട്ടിനകത്തും നമ്മളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വീടുകളിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പറയുന്ന വീടൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കൃഷി ആരംഭിച്ചതിന് ശേഷം, അതിന് മുമ്പില്ല. അപ്പം അതിന് മുമ്പ് ഗോത്രത്തിലാണുള്ളത്. അവിടെ നമ്മൾക്ക് ആകെ ഒരു ഡിവിഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടുള്ള വ്യത്യാസമായിരുന്നു. നമ്മളെല്ലാം കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ആശ്രയിച്ചേ നമ്മൾ വളരുള്ളൂ. അപ്പോൾ വളർന്ന് പക്ഷേ വ്യക്തികളായിട്ട് പ്രായപൂർത്തിയായവരായിട്ട് മാറുമ്പോൾ തുല്യരാകുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഉള്ള മൂല്യം. പണ്ടങ്ങനല്ല. എന്നും നമ്മൾ ഈ മേല് കീഴ് പരിശീലിപ്പിക്കുക, അങ്ങനെ വേണം എന്ന് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന സമൂഹങ്ങളായിരുന്നു. അപ്പം അത് ശീലിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനുള്ളത്. എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്, എന്നെയും അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. പിന്നാണ് ഈ തുല്യത എന്ന് പറയുന്ന മൂല്യം ലോകത്ത് വന്നിട്ടുണ്ടെന്നും അങ്ങനെയാണ് നമ്മൾ പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായിട്ട് മാറണം എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഓട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഓട്ടേ ഉള്ളൂ, നമ്മുടെ ഇടയിലുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു ഓട്ടേ ഉള്ളൂ. പണ്ടങ്ങനല്ല. പണം കൊണ്ട്, അറിവ് കൊണ്ടും ഒക്കെ വോട്ട് കൂടുതൽ കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. രാജാവിൻ്റെ അടുത്ത് പോയി കൂടുതൽ ടാക്സ് കൊടുക്കുന്നവർക്ക് വോട്ട് കൂടുതലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളിൽ നിന്ന് മാറിയാണ് ഇന്നിപ്പോൾ ഒരു ഓട്ടമുള്ള മനുഷ്യരായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രായം കൊണ്ടും ഇത്രയും നാൾ ഞാൻ ജീവിച്ചു എന്ന് പറയുന്നത് എനിക്ക് അനുഭവജ്ഞാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് വോട്ട് കൂടുതൽ കിട്ടണ്ടേ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം, ഇന്ത്യയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ്
പരസ്പര ബഹുമാനമുള്ള, ഇപ്പം നിങ്ങളിരിക്കുന്ന കസേരയും ഞാനിരിക്കുന്ന കസേരയും ഒരുപോലത്തെ കസേരയും. പണ്ടത് സമ്മതിക്കാനൊക്കത്തില്ല. പറ്റില്ലായിരുന്നു. എനിക്ക് വലിയ കസേര, അതിനകത്തുള്ള തരത്തിലുള്ള എല്ലാ ഇതിനകത്ത് ഇഷ്ടംപോലെ കൊത്തുപണിയും സാധനമൊക്കെ ഉണ്ടാക്കും. ഞാൻ സ്പെഷ്യലാണെന്നും ഉയർന്നവനാണെന്നും അനുഭവിപ്പിക്കുന്ന നിലവാരത്തിൽ ഉണ്ടാക്കുന്ന സമൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനത്തെ സമൂഹത്തിനകത്ത് അതിൻ്റെ മൂല്യം മാറ്റേണ്ടതുണ്ടെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ലാത്ത ജനതയാണ് നമ്മൾ. അതെ, അതാണ്. അതുകൊണ്ടാണ് ഈ വീടുകളിനകത്ത് ഇപ്പോഴും ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ പഠിച്ച് വളർന്നത് ഇങ്ങനെയാണ്. മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരുടെ മുമ്പിൽ നിന്ന് സൗണ്ട് ഉയർത്തി സംസാരിക്കരുത്. ഇതാണ് ഞാൻ പഠിച്ചത്. സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ. പക്ഷെ ഞാൻ കുറച്ച് നാൾ മുമ്പാണ് മനസ്സിലാക്കിയത്, നമ്മളെ റെസ്പെക്ട് ചെയ്യേണ്ടവരെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. അല്ലാതെ മുതിർന്നവർ എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ലൈഫ് ത്രൂ ആണത് പഠിച്ചത്. പക്ഷെ അങ്ങനല്ല ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ചോദിച്ചത്. അത് ഈ മാറ്റം ലോകത്ത് വന്നു എന്നുള്ള കാര്യം പരിശീലനം കൊണ്ട് വരേണ്ടതാണ്. പക്ഷെ അത് ഇതുവരെ നമുക്ക് ക്ലാസ് റൂമുകളിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമുക്ക് പരിശീലിപ്പിക്കപ്പെടുന്നത്. വീടുകളിൽ ഇത് നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ വീടും ഹെറാർക്കിക്കലായിട്ട് ഏണിപ്പടി പോലുള്ള മൂല്യബോധത്തിൽ വളർന്നതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും പോയി പഠിപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അപ്പോൾ ഇത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ക്ലാസ് റൂമിലാണ്. ആ ക്ലാസ് റൂം ഇതുവരെയും ജനാധിപത്യപരമായിട്ട് മാറിയിട്ടില്ല. അവിടെ ഇപ്പോഴും അധ്യാപകർ വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം. അവർ വരുന്ന സമയത്ത് അച്ചടക്കത്തോടെ അനുസരണയോടെ ഇരിക്കണം. ഇതാണ് പഴയ കാല മൂല്യം. അനുസരണ പഠിക്കുക എന്നുള്ളതാണ്. അനുസരണ, അച്ചടക്കത്തോടെ ജീവിക്കുക, പറഞ്ഞാൽ അനുസരിക്കുക. ഇതാണ് മൂല്യം, പഴയ മൂല്യം അതാണ്. പുതിയ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരേ ഓട്ടേ ഉള്ളൂ എന്നറിയുന്ന സമയത്ത് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ് പുതിയ മൂല്യം. നമുക്ക് അറിയണം എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പഴയ മൂല്യബോധത്തിനെയാണ് നമ്മൾ ഈ ഏണിപ്പടി പോലുള്ള മൂല്യബോധത്തിനെയാണ് പണ്ട് കാലത്ത് പ്രജാബോധം എന്ന് പറയുന്നത്. പ്രജകളെ ഉണ്ടാക്കുകയാണ്. പ്രജയുടെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് അനുസരണയാണ്. രണ്ടാമത്തെ ഏറ്റവും വലുത് ലോയൽറ്റി എന്ന് പറയും, കൂറ്. അപ്പോൾ ഈ മുകളിലേക്ക് കൂറുണ്ടാകണം, മുകളിലോട്ട് ഇതുണ്ടാകണം, അനുസരണയാണ്. താഴോട്ട് പുച്ഛമാണ് ആ സിസ്റ്റത്തിന്. ബഹുമാനിക്കേണ്ട മുകളിലുള്ളവരെ ബഹുമാനിക്കണം. അത് പ്രായം കൊണ്ട്, അറിവ് കൊണ്ട്, അധികാരം കൊണ്ട്, പദവി കൊണ്ട്, ബലം കൊണ്ട് ഒക്കെ മുകളിലുള്ളവരെ നമ്മൾ കീഴടങ്ങണം. താഴോട്ടുള്ളവരെ നമ്മൾ കീഴടക്കണം. അവരോട് നമുക്ക് പുച്ഛമാണ്. അപ്പം മേല് കീഴുള്ള ഒരു സമൂഹത്തിനെ പറ്റി മേല് കീഴുള്ള മൂല്യബോധത്തിനകത്ത് ജീവിക്കാൻ പഠിച്ചവരായതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പം അത് പരിശീലിച്ച് അത് ശരിയാണെന്നാണ് പഠിപ്പിക്കുന്നത്. അതൊരു പഴയ ശരിയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ മുഴുവൻ തെറ്റാകുന്നതുകൊണ്ടല്ല, പഴയ സിസ്റ്റത്തിനകത്തെ ശരിയാണ്. ജനാധിപത്യത്തിനകത്ത് അതല്ല. ജനാധിപത്യത്തിനകത്ത് നമ്മൾ രണ്ടുപേരും തുല്യരായിട്ടിരിക്കുക, തുല്യമായിട്ടുള്ള നിലപാടുകളും പ്രായം കൊണ്ടുള്ള വ്യത്യാസങ്ങളും നമ്മൾ വ്യത്യാസമുള്ളവരെന്ന് മാത്രമാണ്, അല്ലാതെ മേല് കീഴായിട്ടല്ല. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ആളല്ല, എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ അറിയുന്ന ആളാണ്. ഇൻ്റർവ്യൂ ചെയ്യുന്നതിനകത്ത് ഇൻ്റർവ്യൂവർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള രണ്ട് വ്യത്യസ്തമായ പങ്ക് ഒരുപോലെ നന്നായി ചെയ്താലേ ഈ ഇൻ്റർവ്യൂ വിജയിക്കത്തുള്ളൂ. രണ്ടുപേരുടെയും പങ്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ അതിനെ മനസ്സിലാക്കുന്നതാണ് ആധുനിക ജനാധിപത്യപരമായിട്ടുള്ള സാമൂഹിക ബോധം. എനിക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. അവരുടെ കാര്യങ്ങൾ പുറത്ത് പറയാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ സാർ കുറേ നാൾ മുമ്പ് തൊട്ടേ വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ്. അതെങ്ങനെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ലൈഫിൽ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയെന്നുള്ളതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഇപ്പം ശരിക്കും നമ്മളങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി അങ്ങനെയല്ല. അങ്ങനെ ലോകത്ത് ഒരിക്കലും ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു പ്യൂപ്പ ബട്ടർഫ്ലൈ ആയി മാറുമ്പോൾ നമ്മൾ കാണുന്നതാണ് കയറിയ പുഴു പ്യൂപ്പയായിട്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് ബട്ടർഫ്ലൈ ആയി, ഇതിടയ്ക്കുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടാണ് അത് ബട്ടർഫ്ലൈ ആകുന്നതെന്ന് പറയുന്നത് പോലെ മനസ്സിലാക്കണം. ഇപ്പോൾ തുടർച്ചയോടുള്ള ഒരു ഗ്രേഡിങ് സിസ്റ്റമാണ് ലോകത്തിനുള്ളത്. പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. പണ്ടാടുന്ന ആൾക്കാർ വെളിപാട് വരുന്നു എന്ന് പറയും. അങ്ങനെയല്ല, അത്
ലൈസൻസ്, മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറുന്നതിനുള്ള ലൈസൻസാണ് എനിക്ക് വെളിപാട് വന്നു എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങളുണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അനുഭവവും അതിൻ്റെ മേളിലുള്ള പരിചിന്തനം, അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ ബോധ്യമാകുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടാവും, ഇനി തൊട്ട് ഞാനിങ്ങനെ പെരുമാറുകയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് നടന്നിട്ടുള്ള വലിയ വർക്കുണ്ട്. ആ വർക്ക് കാണാതിരുന്നാൽ നമ്മൾ പെട്ടെന്ന് സംഭവിച്ച പോലെ, മാങ്ങയൊക്കെ പഴുക്കുന്ന ഒരു ദിവസം പഴുക്കുകയല്ല, അതിന് മൂക്കണം, വിളയണം എന്ന് നമ്മൾ പറയുന്ന പോലെ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അത് പഴുത്ത് അടരുന്ന നിമിഷമല്ല പഴുത്തത്. ഇതെല്ലാം നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന്, മരണം പോലും അങ്ങനെയാണ്. സിനിമയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് വീണങ്ങ് മരിക്കുന്ന പോലെ നമ്മൾ കാണുന്നത്. മരിക്കാനായിട്ട് പ്രായമാകുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കണം. ഇപ്പം എൻ്റെ ഈ കൂടെയൊക്കെ വെളുത്തു തുടങ്ങുന്നത് മരണത്തിൻ്റെ വഴിയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ നാളുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് കാരണം മരിക്കുന്നത് മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ പറയാൻ. പക്ഷെ അതുപോലും അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. വണ്ടി ഇടിച്ച് നമ്മൾ മരിക്കുന്നു എന്ന് പറയുമ്പോഴും, വണ്ടി ഇടിക്കാൻ പറ്റിയ പരുവത്തിലൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുകയോ അല്ല വണ്ടിക്കകത്ത് കൊണ്ടുപോയി ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഇല്ലാതെ അപ്പോഴും മരണമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രോസസ്സ്, അപ്പോൾ ഞാനിപ്പോൾ എന്നെ പറ്റി അങ്ങനെ പറയുമ്പോൾ ചില നമ്മൾ ഓർക്കുന്നത് എന്ന് പറയുന്ന തരത്തിലാണ്. ഓർക്കുന്ന ചില ഇൻസിഡൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ബ്രേക്ക് ചവിട്ടി പക്ഷേ ബ്രേക്ക് പൊട്ടിയതായിരുന്നു എന്ന് പറയുന്ന പോലുള്ള ഇൻസിഡൻസ് ചേർത്തിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴാണ് ഇതുപോലുള്ള ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ. അതിപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ, അപ്പോൾ ഈ വെള്ളിയാഴ്ചത്തെ അവസാനത്തെ പീരീഡ് എന്ന് പറയുന്നത് പല പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും കഥ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പീരീഡായിരുന്നു. അപ്പോൾ ആ പീരീഡിൽ ചോദിച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അടുത്ത ആഴ്ച പറയണം. അപ്പോൾ അതുവരെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ, അതുവരെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിക്കാനായിട്ടുള്ള ഇൻസിഡൻ്റ് ആയിട്ട് അയാളുടെ ആ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിരുന്ന് നോക്കുമ്പോൾ ഈ ലോകം ഉണ്ടാക്കിയ ഒരാളിനെ പറ്റിയാണ് ആളുകൾ ദൈവത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഉണ്ടാക്കിയതിൽ നിന്നാണ് നമ്മൾ ഈ ഉണ്ടാക്കിയ ആളിനെ കണ്ടെത്തുന്നത്. ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ലാതെ നമ്മൾ കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ കൊതുകിനെയൊക്കെ എന്തിനായി ഉണ്ടാക്കിയത്, അത് എത്ര ആലോചിച്ചിട്ട് വന്ന് എനിക്കൊരു ഭയങ്കര പ്രശ്നമായി. അതുകൊണ്ട് മറ്റതിനെയൊക്കെ പിന്നെ കുറച്ച് ലോജിക്കൊക്കെ കാണും. പക്ഷെ ഈ ചോര കുടിക്കുന്ന കൊതുകിനെ എന്തായിരിക്കും ഉണ്ടാക്കിയത്? അത് അങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചൊവ്വേ നേരെ ചെയ്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. കാര്യങ്ങൾ ചൊവ്വേ നേരെ ചെയ്യാത്ത ഒരു ദൈവമാണ് ഉള്ളത് എന്ന് അങ്ങ് മനസ്സിലായിപ്പോയതാണ്. അപ്പോൾ കാരണം തെറ്റുകൾ ഉണ്ട്, നമുക്കതിങ്ങനെ കാണാം. വളരെ പ്രകടമായ തെറ്റാണ്. കാരണം ഇപ്പോൾ ഒന്നിനെ തിന്നേണ്ട കാര്യം എന്താ, അങ്ങനെ അല്ലാതെ ഉണ്ടാക്കിയാൽ പോരെ. അപ്പം അതൊക്കെ നമുക്കിങ്ങനെ പ്രശ്നങ്ങളായി. അപ്പം ഞാനിത് ആലോചിക്കും തോറും ചൊവ്വേ നേരെ ഈ ലോകം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അത്ര അറിവില്ലാത്തൊരു ദൈവമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവരാണെങ്കിൽ പറയുന്നത് സർവജ്ഞനായ ദൈവം എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന നിലവാരത്തിലല്ല. അപ്പം അങ്ങനെ മനസ്സിലായപ്പം അപ്പോൾ ഈ ഒരു ഇഗ്നറൻ്റായ ദൈവത്തിനെ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഉണ്ടാക്കിയതിലാന്ന് വേണമല്ലോ. ഈ കസേര ചൊവ്വേ നേരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാരാ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യം വരത്തില്ലേ. അപ്പോൾ ആ ഉണ്ടാക്കിയ ആളിനെ ചൊവ്വേ നേരം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്നല്ലേ വരുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയവനല്ലേ നമ്മൾ കുറ്റം പറയുന്നത്. അത്രയാണ് ഞാനീ പറയുന്നുള്ളൂ. അല്ല അതിന് അത്ഭുതകരമായ ഒന്നുമില്ല. അതിൽ വളരെ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലായി പോയതാ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അറിവ് ഇല്ലാത്തൊരു ദൈവത്തിന് മാത്രമേ ഇങ്ങനത്തെ ഒരു രോഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ പറയും, കണ്ണൊക്കെ ഭയങ്കര വലിയ ഇതൊക്കെ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയുമ്പോഴൊക്കെ കണ്ണിലൊരു കൈ ഉണ്ടാകും അപ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന നേരത്തിലാണ് ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചൊവ്വേ നേരം നല്ല ബലത്തിലോടൊക്കെ എല്ലൊക്കെ ഉണ്ടാകുന്നതിലൊക്കെ ഉണ്ടാകരുതോ, ഇതൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒത്തിരി പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു ദൈവം അല്ലെന്ന് മനസ്സിലായി. അതാണ് എന്നെ വിഷമിപ്പിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാനിതിങ്ങനെ പറഞ്ഞു, എന്തായാലും അത്ര അറിവില്ലാത്തൊരു ദൈവമാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അറിവുള്ളതാണെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ചേരത്തില്ല.
അടുത്ത് എറിഞ്ഞ് ഇത്രയും ആലോചിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം കൂടെ മനസ്സിലായി. ഈ സാധാരണ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അടുത്ത തവണ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? ഈ കൊതുകിന് നമ്മൾ ഉണ്ടായ കാലം ഒരു കൊതുക് കാണുന്നത്. അപ്പൊ ഈ വിവരം വയ്ക്കുന്നില്ല ദൈവത്തിന്. പോയിട്ടില്ല. അത് അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ദൈവവും കൂടെ. അത് ഭയങ്കര പ്രശ്നമായിട്ട്. ഇത് രണ്ടെണ്ണം വന്നതോടെ ഞാൻ പറഞ്ഞ് ഉണ്ടായാലും കൊള്ളാത്തൊരു ദൈവമാണ്, പിന്നെ ആ ദൈവത്തിന് എനിക്ക് ആവശ്യമില്ല. ഇതാണ് ഞാൻ അന്ന് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അധ്യാപകൻ ഇങ്ങനെ അയാൾ കേട്ടിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ചിന്തയാണ്, ചിന്തിച്ചോ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞതേ ഉള്ളൂ. അവിടെ വെച്ച് അത് തീർന്നു. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒരു സ്പർ ചെയ്ത് ഒരു ഇൻസിഡന്റ് ആയിട്ട് പറയാം. അധ്യാപകന്മാരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ വന്ന് ചോദിക്കാറുണ്ട്, എന്ത് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൗൺസിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. കാരണം അധ്യാപകർ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അത് കാരണം കൊണ്ട് അവരുടെ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് ബി എക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നു ബെർട്രാൻഡ് റസ്സലിൻ്റെ കുറേ ലേഖനങ്ങൾ, അതുപോലെ തന്നെ GK ചെസ്റ്റർട്ടൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ. അപ്പം അന്നൊക്കെ ഈ രണ്ടാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം അതുപോലത്തെ കുറച്ച്, അപ്പം ഈ സമാധാനപരമായിട്ട് ജീവിക്കുന്നതിനെ പറ്റിയുള്ള, ലോകത്തിനകത്ത് മനുഷ്യർ പരസ്പരം യോജിച്ച് ജീവിക്കുകയും യുദ്ധങ്ങൾ കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവരെല്ലാവരും എഴുതിയത്. അത്തരത്തിലുള്ള ലേഖനങ്ങളായിരുന്നു പഠിക്കാനും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അത് വായിക്കുന്ന സമയത്ത് ആ ഒരു പോസിബിലിറ്റിയെ പറ്റി ആലോചിക്കുക. അപ്പോൾ റസലക്ക് എന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരാൾ അയാളുടെ എഴുത്ത് കൊണ്ട് നമ്മളെ സ്വാധീനിച്ചെന്ന് പറയാനൊക്കെ ആണെങ്കിൽ റസൽ സ്വാധീനിച്ചിട്ടുണ്ട്. GK ചെസ്റ്റർട്ടൺ എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ള ലേഖനം എഴുതുന്ന ഒരാളായിരുന്നു. പക്ഷെ അയാളുടെ ഒരു ലേഖനം എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും എന്നെ ബാധിച്ചു വരണമെന്ന് പറഞ്ഞാൽ, ഈ 35 വർഷം ഞാനൊരു ഡെസ്കിൻ്റെ പുറകിലിരുന്ന് പെട്ടുപോയി, എൻ്റെ യൗവനം മുഴുവൻ അവൻ്റെ പുറകിലായിപ്പോയി, ഇപ്പോൾ എനിക്ക് ജീവിക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് പ്രായമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ, ഇതിങ്ങനെ ഇത്തരത്തിലൊരു ജോലിക്ക് വീണാൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പോൾ ഈ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന അതുപോലെ അല്ല ജീവിക്കേണ്ടതെന്ന് അങ്ങ് തീരുമാനിച്ചു. അതൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അത് അയാളുടെ വകയാണ്. ചെസ്റ്റർട്ടൻ്റെ അയാൾ ഇങ്ങനെ എഴുതിയിരുന്നത്, യൗവനം മുഴുവനും ഞാൻ ഈ ഡെസ്കിൻ്റെ പുറകിലായി. ഇപ്പോൾ എനിക്ക് കാശുണ്ട്, സകലതുമുണ്ട്, പക്ഷെ ജീവിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് പോകരുതെന്ന് തീരുമാനിക്കുന്നൊരു സ്ഥലം എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഈ ലോക ഗവൺമെൻറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം കുറയ്ക്കാൻ പറ്റുമെന്ന്, മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന്, വിദ്യാഭ്യാസത്തിനെ പറ്റി ഇങ്ങനെയല്ല വിദ്യാഭ്യാസം വേണ്ടത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളിനകത്ത് ഈ വായിക്കുകയും പഠിക്കുകയും ചെയ്ത സമയത്ത് ഇതൊക്കെ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പല കാരണങ്ങളായി മാത്രമാണ്. പക്ഷെ ഇപ്പോൾ മൈത്രേയൻ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്, ഈ ഡെസ്കിന്റെ മുമ്പിൽ നിന്ന് മാത്രം വർക്ക് ചെയ്ത് ജീവിക്കാൻ മറന്നു പോകുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ കുറെ പേരുണ്ടെന്ന് തോന്നുന്നല്ലേ, ജോലിയുടെ ഭാരം കൊണ്ട് മാത്രം ജീവിച്ച് തീർക്കുന്നവർ. അവര് വെറുതെ ജീവിക്കുകയാണ്, അവർ ആസ്വദിക്കുന്നില്ല ജീവിതം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അവരെ ആസ്വദിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാ. നമ്മളെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അല്ലാതെ ഈ ജോലി ചെയ്യുന്നവർ ജീവിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, മറ്റ് ഓപ്ഷൻസ് നമുക്ക് ഇല്ലാതാക്കി കളയുന്ന നിലവാരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഡെസിഗ്നേറ്റ് ചെയ്യുക, നമ്മളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ, സ്വയം ഉപയോഗിക്കാനായിട്ടല്ല, അതിനല്ല, നമ്മളെ എക്വിപ്പ് ചെയ്യുകയല്ല. ജീവിതത്തിനകത്ത് നമ്മൾ സ്വയം തീരുമാനിച്ച് ഒരു 20-22 വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 22 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളിന് സ്വയം എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നവരായിട്ട് നിൽക്കുന്നില്ല. വേറൊരാൾക്ക് നമ്മളെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത് വിദ്യാഭ്യാസമല്ലെന്ന്. ഇതുകൊണ്ടാണ് ഞാനത് വിദ്യാഭ്യാസമല്ലെന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മളെ ഉപയോഗിക്കാം, അതാണ് അതിനകത്ത് പ്രശ്നം. അതുകൊണ്ടാണ് തൊഴിലില്ലാത്തവരുണ്ടാകുന്നത്. തൊഴിലില്ലാത്ത എങ്ങനെ 22 വർഷമോ 24 വർഷമോ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? തൊഴിലില്ലായ്മ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വല്ലവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാതായി പോകും. നമ്മൾ പിന്നെ തന്നെത്താൻ ഒന്നേന്ന് പഠിക്കുന്നിടത്താണ് പിന്നെ വരുന്നത്. 22 വർഷം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ട് ആർക്കും നമ്മളെ വേണ്ട എന്ന് കണ്ടുപിടിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അപ്പം അങ്ങനത്തെ സിസ്റ്റത്തിനകത്ത് വളരുന്നതുകൊണ്ടാണ് ഈ പെട്ടുപോകുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ ക്ലാസ് റൂമിനകത്തുനിന്ന് നേരത്തെ രക്ഷപ്പെട്ടവരുണ്ട്. ആ ആളുകളാണ്
ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കിയ സ്ഥാപനത്തിനകത്താണ് ഈ പഠിച്ചവർ പോയി ജോലി ചെയ്യുന്നത്. ശരിക്കും നോക്കിയാൽ മതി. അവിടെയാണ് നമ്മൾക്ക് വിദ്യാഭ്യാസമല്ല തരുന്നത്. നമ്മൾ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊഴിലിന് വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല, ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന അറിവല്ല അത്. ആർക്കോ നമ്മളെ ഉപയോഗിക്കാനുള്ള അറിവാണ് തരുന്നത്. അതുകൊണ്ടാണ് ആ ആളുകൾ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഇതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ ബാധ്യത വരുന്നത്. പരീക്ഷയ്ക്ക് അതുകൊണ്ടാണ് കാണാതെ പഠിച്ചിട്ട് കുറച്ച് ഉത്തരങ്ങൾ കൃത്യമായാൽ നമ്മൾ രക്ഷപ്പെടുന്നത്. അല്ല, വിഷയം പഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കുന്നുള്ളൂ. നമ്മൾ ഒരിക്കലും വിഷയങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. തെങ്ങ കയറാണെന്നുള്ള ഒരാളിന് ഇതുപോലെ പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിട്ട് കയറാൻ പറ്റുമോ? കാർ ഓടിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റിക്കാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാതെ അതിനകത്ത് യാതൊരു പ്രയോജനമില്ല. നമ്മളൊരു പണി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം തൊട്ട് 1 വർഷം പ്രൊബേഷൻ പീരീഡ് എന്നവർ പറയും. അതിന് മാത്രം ആ സമയത്ത് കിട്ടുന്ന ട്രെയിനിങ് ആണ് നമ്മൾ യഥാർത്ഥ ജോലി ചെയ്യാൻ. ഇതിന് ഇത്രയും 22 വർഷം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. എന്തിനാണ് നമ്മൾ ഈ ക്ലാസ് റൂമുകളിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആർക്കോ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവരാണ്. ആ ഒരുങ്ങിയിരിക്കുമ്പോൾ ആർക്കും വേണ്ടാന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ആരും വരാത്ത പോലെ തന്നെയാണ് ഇരിപ്പാണ്. അങ്ങനെയാണ് തൊഴിലില്ലാത്ത ആൾക്കാരുണ്ടാകുന്നത്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് വിദ്യാഭ്യാസമല്ല. അപ്പം ഇങ്ങനെയുള്ള മേഖലയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ പറയുന്നിടത്തെത്തുന്നതും ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ പോലെ അല്ലാതെ ജീവിക്കുകയൊക്കെ ചെയ്തത്. ഇത് ഇങ്ങനൊന്ന് ആരംഭിച്ചു പോയതുകൊണ്ടാണ്. അത് ആരെങ്കിലും ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ആലോചിക്കാത്ത ആരും കാണത്തില്ല. ശരിയാണ്. അതുകൊണ്ട് അങ്ങനെയില്ല. പക്ഷെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ജീവിതത്തിന് ഓപ്ഷൻ കൊടുക്കാതാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യിക്കുന്ന കാരണം കൊണ്ട് ശ്വാസം മുട്ടി നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ വെറുതെ പഠിക്കും. ഇപ്പം തന്നെ നമ്മൾ വെറുതെ നമ്മൾ 2 പേരും 9ാം ക്ലാസ് പഠിച്ചിട്ടുള്ളതല്ലേ. ഞാനിപ്പോൾ 9ാം ക്ലാസ് നിങ്ങൾ പഠിച്ച എന്തെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാൻ തന്നെ പറ്റത്തില്ല. അത്രയും അപ്രത്യക്ഷമായി പോയത്. ശരിയാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഈ നിൽക്കുന്നതല്ല വിദ്യാഭ്യാസം എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഈ പറയുന്നതിനൊക്കെ കാരണം. മനസ്സിലായി. ഇതിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് കുട്ടികൾക്ക് കൊടുക്കുന്നതിനോട് എന്താണ് മൈത്രേയൻ അതിനെപ്പറ്റി പറയാനുള്ളത്? അത് വേണ്ടേ ശരിക്കും? അല്ല, അങ്ങനെ ഒരു ചോദ്യമേ എനിക്കില്ല. നിങ്ങളെ ആ ചോദിക്കുന്ന ചോദ്യം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ പാർട്ടാണത്. അല്ല, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുത്തിത്തിരിക്കേണ്ടി വരുന്നത് എന്താ? മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിനകത്ത്. അല്ലെങ്കിൽ ജീവിതത്തിനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പഠിക്കണ്ടല്ലേ. നമ്മളത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് തരുന്നത് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുന്നോ സിവിക് സെൻസ് എന്ന് പറയും. നമുക്ക് ചുറ്റുപാടുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നതോ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ അറവുശാലയിൽ കോഴിയെ വളർത്തുന്ന ഈ ബ്രോയിലർ ചിക്കനെ പോലെ വളർത്തുന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് വേറൊന്നും അറിഞ്ഞുകൂടാത്തത്, മറ്റൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾക്ക് ട്രെയിനിങ് തരുന്നത് വഴിയാണ് സത്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ നമ്മളത് പഠിക്കുന്നില്ല. ചില പ്രൊഫഷൻ എന്ന് പറഞ്ഞ് പ്രൊഫഷണൽ കോളേജ് എന്ന് പറയുന്നിടത്ത് മാത്രമാണ് ആ വിഷയം അല്പം പഠിക്കുന്നത്. അപ്പോഴും പരിശീലനം കൊടുത്തേ പറ്റും. ബാക്കി ആർക്കും ഒരു തരത്തിലും കഴിവുള്ളവരായിട്ട് അവർക്ക് തന്നെത്താൻ ജീവിക്കാൻ അറിയുന്നവരായിട്ടല്ല പോകുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ എബിലിറ്റികൾ എന്താണെന്ന് തിരിച്ചറിയുന്നതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആളുകൾ വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ ആളുകളെ യൂണിഫോം ആക്കാനായി ഇവർ ശ്രമിക്കുന്നത്. ആർക്കോ ഉപയോഗിക്കാൻ കൊള്ളാം, വേറെ ഒന്നിനും കൊള്ളത്തില്ല. നമ്മളെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ അറിഞ്ഞൂടാ. ഇതാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനീ പറയുന്നതും മനസ്സിലാവും. അപ്പം നമുക്ക് വേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കുട്ടിയും അവരുടേതായ കഴിവുകളുമായിട്ടാണ് വരുന്നത്. അവരിലുള്ള കഴിവ് ഏതാണെന്ന് അറിഞ്ഞിട്ട്
ആ അറിയുന്നതിനെ നർച്ചർ ചെയ്യുക, അതിനെ പരിപോഷിപ്പിച്ചിട്ട് വളർത്തിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അത് ഇതുവരെ നമുക്ക് നടന്നിട്ടില്ല. ഇതുവരെ നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ലാത്ത നാടാണ് നമ്മുടെയൊക്കെ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ലവർക്കും ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളാക്കാനായിട്ട് വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് പ്രൊഫഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഈ പ്രശ്നമുണ്ട്. തന്നെത്താൻ അവർ പണി ചെയ്യാനൊക്കുന്നവരായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അതിനകത്തുനിന്ന് വിട്ടുപോകുന്നവരോ ഒക്കെ ആയിരിക്കും ഇന്നൊവേറ്റീവ് ആകുക എന്ന് നമ്മൾ പറയുന്നത്. ക്രിയേറ്റീവ് ആകുക എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇന്നൊവേറ്റീവ് ആകുക, ക്രിയേറ്റീവ് ആകുക എന്ന് പറയുന്ന കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ക്ലാസ് റൂമിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് നിസ്സഹായരായ കുറച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മളിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ തെണ്ടി നടക്കുന്നതിലാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തൊഴിൽ. വേണ്ടാന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവസാനം ഇതുകൊണ്ടൊന്നും രക്ഷയില്ലെന്ന് വിചാരിച്ചിട്ട് സാധാരണ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അതിനകത്ത് നമ്മൾ കഴിവുള്ളവരായി മാറുന്ന വഴിയാണെങ്കിൽ നിങ്ങൾ ജീവിക്കും. അല്ലാതെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തൂടെ ജീവിക്കുന്നതിനെ പറ്റിയോ ജീവിതത്തിനെ പറ്റിയോ അറിയാൻ ഒരു വഴിയും ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയതല്ല. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെ. അതുകൊണ്ടാണ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്. പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജീവിക്കാൻ അറിയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അതുപോലെ ഒരുപാട് പേര് കൗൺസിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരുപാട് പേരോട് സംസാരിക്കുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇടയായിട്ടുള്ള ഒരു ടോപ്പിക് എന്താ? ആൾക്കാരെ ഏറ്റവും കൂടുതൽ മൈത്രേയിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? റിലേഷൻഷിപ്പ് ക്രൈസിസ് ആണ്. അതായിരുന്നു എനിക്ക് ചോദിക്കാൻ. അതാണ് ഉണ്ടാകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ തിരഞ്ഞെടുത്തതല്ല, തിരഞ്ഞെടുത്ത ആളുകളുടെ ജീവിതമല്ല. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, തുല്യമായിട്ട് പെരുമാറാനായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വശത്ത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വശം നിൽക്കും. പക്ഷെ വീടുകളിൽ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല, അനുസരണയാണ്. അപ്പോൾ അനുസരണയും തിരഞ്ഞെടുപ്പും കൂടെ ചേരത്തില്ല. അറിഞ്ഞ് പ്രവർത്തിക്കണ്ടേ? ഇതറിയില്ല. അപ്പോൾ ഇണകളെ തിരഞ്ഞെടുക്കത്തില്ല, പക്ഷെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കും. അതാണ് രസം. തിരഞ്ഞെടുക്കാൻ നമ്മൾ സ്കൂളിലും കോളേജിലും രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം പാടില്ല എന്നാണ് അവളെ പറയുന്നത്. 18ാമത്തെ വയസ്സിൽ നമുക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ പറ്റും. ഇതുകൊണ്ടാണ് അടിസ്ഥാനപരമായത് വിദ്യാഭ്യാസം അല്ലെന്ന് ഞാനീ പറയുന്നത്. തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവരെ ഉണ്ടാക്കണമെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ട് എങ്ങനെ വേണം, എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിന് ആവശ്യമുള്ളതെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയാണ്. അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കുന്ന കഴിവിനെയാണ് നമ്മൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കുഞ്ഞിനെ ഉണ്ടാക്കുന്നതല്ല. അത് ലോകത്തെ എല്ലാ ജീവികൾക്കും അറിയാം. മാവിനും അറിയാം, പുൽച്ചാടിക്കും അറിയാം, പട്ടിക്കും പൂച്ചയ്ക്കും അറിയാം. പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെങ്കിൽ പഠിപ്പിക്കണം. അതിനെയാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ല, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് ലൈംഗിക വിദ്യാഭ്യാസം. അത് ലൈംഗികമായ കാര്യങ്ങളാന്ന് പറഞ്ഞാൽ പരസ്പരം ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങാനായിട്ടുള്ള അറിവിനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനകത്ത് തിരഞ്ഞെടുപ്പ് വരും. അത് ഇതുവരെ നമ്മൾ ആരംഭിച്ചിട്ടില്ല. വീണ്ടും ഇതാണ് വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ലാത്ത പോലാണ് വീടുകളിനകത്ത് ഇതുവരെ എനിക്ക് ഞാൻ ഇത്രയും നാളിനകത്ത് എനിക്ക് പറഞ്ഞാൽ ഒരു കത്തെങ്ങാണ്ട് മാത്രമാണ്. അതൊഴിച്ച് ബാക്കി മുഴുവൻ കത്തുകളും അമ്മയും അച്ഛന്മാർ എൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കുന്ന കത്തുകളാണ് കിട്ടിയിട്ടുള്ളത്. കാരണം തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടേ ഇല്ലാത്ത വീടുകളായത് മുഴുവനും. എന്നിട്ട് വോട്ട് ചെയ്യാനായിട്ട് അറിയണം. എങ്ങനെ അറിയും? അപ്പോൾ തിരഞ്ഞെടുക്കാത്ത ഒരു ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുമ്പം ഈ പഠിച്ചതും ജീവിച്ചതുമായിട്ടുള്ള ഒരു സാധനവും വർക്ക് ചെയ്യത്തില്ല. സംഘർഷം ഉണ്ടാകും. അതുകൊണ്ട് ഈ സംഘർഷമാണ് വീടുകളിൽ മുഴുവനുള്ളത്. അപ്പൊ പണ്ട് കാലത്ത് അനുസരണയുള്ള ഒരാളെ ഉണ്ടാക്കുക ചെയ്തത്. അടക്കവും അച്ചടക്കമുള്ള അടക്കവും ഒതുക്കമുള്ള പെണ്ണ് വേണം എന്നാണല്ലോ പറയുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നത്? ഒരാളുടെ എക്സ്റ്റൻഷൻ ആകുകയാണെന്നുള്ളത്. രണ്ടുപേരുള്ള വീടില്ല. പണ്ട് കാലത്ത് ഒരു വീട്ടിനകത്ത് വലിയ സമാധാനം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് സമാധാനം? ഒരാൾ തീരുമാനിക്കും, ബാക്കിയുള്ളവർ കേൾക്കും. ഇതങ്ങനെയല്ല. നമ്മൾ ക്ലാസ് റൂമിൽ ഇവർ പഠിപ്പിക്കത്തില്ലേ, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വേണമെന്ന് പഠിപ്പിക്കും. ആ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വേണമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായവും ഇഷ്ടങ്ങളും ഒന്നും നമ്മൾ നോക്കിയാൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുന്നവൻ
തീരുമാനിക്കണം, നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഇത് ഒന്നും ചെയ്യാനൊക്കാത്ത വീട്ടിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ പണ്ട് കാലത്ത് ഒരു ഒരു സ്ത്രീയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അവർക്ക് സ്വത്ത് കൊടുക്കത്തില്ല, അപ്പോൾ അവർക്ക് വേറൊരു തരത്തിലും ജീവിക്കാനൊക്കുന്ന തരത്തില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കത്തില്ല, അപ്പോൾ മറ്റു തരത്തിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ ഒക്കാത്തവരാകും. അവരെ അവരുടെ വീട്ടിൽ നിന്ന് പറിച്ച് വേറൊരു വീട്ടിൽ നടും, അതോടെ കഴിഞ്ഞ്. അപ്പോൾ ഏതെങ്കിലും നിലവാരത്തിൽ പരിചയം ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിനകത്തുനിന്ന് അവർ പോയി, അവർക്ക് വരുമാനമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, ഇങ്ങനെ ആക്കിയ പെണ്ണുങ്ങളെ ആയിരുന്നു ഈ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അവിടെ സമാധാനമുണ്ട്. കാരണം അവർക്കൊന്നും അറിഞ്ഞുകൂടാ, ആശ്രയിക്കുക മാത്രമേ കഴിയുള്ളൂ. ഇത് സ്കൂളിനകത്ത് ഇന്ന് വിദ്യാഭ്യാസം ലഭിക്കും. നല്ല വിദ്യാഭ്യാസം അല്ലെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു പോകും. പഠിച്ചവർക്ക് കിട്ടുന്ന കുറച്ച് തൊഴിലുണ്ട്, അവർ സ്വന്തമായി ജീവിക്കാൻ അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞ സാധനം അങ്ങനെ തന്നെ നീക്കുകയാണ്. പക്ഷെ അപ്പോഴും കുറച്ച് വരുമാനം വരും തൊഴിലുണ്ടായ. അപ്പോൾ വരുമാനവും വിദ്യാഭ്യാസവും ഉണ്ടായി, കുറച്ച് തിരഞ്ഞെടുക്കണമെന്നിട്ട് ഉള്ള അറിവുള്ള സ്ത്രീകൾ വന്നപ്പോഴാണ് വീടുകളിൽ മുഴുവൻ സംഘർഷമായി. ഞാൻ പറഞ്ഞിട്ടല്ല ഈ കുടുംബ കോടതി ഉണ്ടായത്. ഡൈവോഴ്സ് ഉണ്ടാകുന്നു എന്ന് കാണുമ്പോഴാണ് അതിനിടയ്ക്ക് ഇടപെടേണ്ടതുണ്ടെന്ന് ഒരു സമൂഹം തിരിച്ചറിഞ്ഞിട്ടാണ് കോടതി മാറ്റി കുടുംബ കോടതി ഉണ്ടാക്കിയില്ലേ. അത് ഈ വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ത്രീകളും ലഭിച്ചുകൊണ്ടാണ്. തിരഞ്ഞെടുക്കണമെന്ന് ചില ഏരിയകളിനകത്തൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന പൗരബോധമുള്ള ആളുകൾ ആയിട്ടില്ല, പാതി ബന്ധ മനുഷ്യരാണ്. ഈ ഡൈവോഴ്സിന്റെ കാര്യം പറയുമ്പോൾ കുറെ പേര് ഇപ്പോൾ ഡൈവോഴ്സ് ആവുന്നുണ്ടെങ്കിൽ അത് ഉറച്ച തീരുമാനമായിട്ട് എടുത്ത് പിന്നെയും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നവരായിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് വ്യക്തികളെ ഉണ്ടാക്കുന്നതിന് ആരംഭിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനെ എക്വിപ്ഡ് ആക്കിയിട്ടില്ല. അപ്പൊ ഡൈവോഴ്സ് ചെയ്തവർ വളരെ ദുസ്സഹമായ ജീവിതം നയിക്കാൻ ബാധ്യതയും വരും. അപ്പൊ അത് കാണിച്ചിട്ടാണ് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യത്തിനകത്തും സ്വന്തമായി തീരുമാനിക്കാനുള്ള കഴിവില്ലാത്തവരാകും. ജോലിയുള്ളവർ തന്നെ അവരുടെ കൂലി, ആ ശമ്പളം അത് വീട്ടിലുള്ളവരുടെ കൊടുക്കാൻ ബാധ്യത വരും. അത് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവകാശം ഇല്ലാത്തവരായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. ശരിയാണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പണ്ടത്തെ പ്രണയങ്ങളൊക്കെ ഭയങ്കര പ്യുവർ ആയിരുന്നു, ഇപ്പോഴത്തെ പ്രണയങ്ങൾക്ക് ഉദ്ദേശം വേറെ ആയിരിക്കും, ലസ്റ്റ് ആണ് എല്ലാവർക്കും ഉള്ളൂ, പ്രണയമില്ല. അങ്ങനെയാണോ? മൈത്രേയൻ 2 ജനറേഷനിലും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെയുണ്ടോ ശരിക്കും? പണ്ടത്തെ പ്രണയങ്ങളിലായിരുന്നു? ലോകത്തൊരു പ്രണയം അങ്ങനെയില്ല. ഓക്കെ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നതിന്റെ മുന്നോടിയായിട്ടുണ്ടാകുന്നത് മാത്രമാണ് പ്രണയം. ഇതുണ്ടാകാത്ത ഒരു എന്തെങ്കിലും വൈകല്യം, മാനസികമോ ശാരീരികമോ വൈകല്യം ഉള്ളവർക്ക് മാത്രമേ പ്രണയമൊക്കെ അനുഭവിക്കാതിരിക്കത്തുള്ളൂ. ബാക്കി മുഴുവൻ പേരും അനുഭവിക്കും. പക്ഷെ അത് അനുവദിച്ചിട്ടില്ലാത്ത സ്ഥലം. അനുവദിക്കാത്ത സമൂഹത്തിനകത്തെ പ്രണയം എന്ന് പറയുന്നത് പെരയ്ക്കകത്തിരുന്നുകൊണ്ട് കത്തെഴുതിയിട്ടുള്ള പ്രണയങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പ്യുവറായത്. വേറെ അർത്ഥമൊന്നുമില്ല. ആളുകൾ തമ്മിൽ ഒന്നിച്ചിരിക്കുകയും അടുപ്പത്തോടെ പെരുമാറുകയും ചെയ്താൽ അവർ തമ്മിൽ ഇഷ്ടങ്ങളും പ്രകടിപ്പിക്കും. അതൊന്നും കാണിക്കാതെ കവിതയും കഥയ്ക്കകത്തോടെ എഴുതിക്കൊണ്ടിരുന്ന സാധനത്തിനെയാണ് പ്രണയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫാൻറ്റസിക്കാണ് അവർ പ്രണയം എന്ന് പറയുന്നത്. അതല്ല പ്രണയം. പ്രണയം എന്ന് പറയുന്നത് 2 പേര് തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. ഈ ആൾ എൻ്റെ ഇണയാകാനായിട്ട് യോഗ്യതയുള്ള ആളാണോ എന്ന് കണ്ടെത്തുന്നതാണ് പ്രണയം. അതിനെയാണ് നമ്മൾ ആധുനിക രീതിയിൽ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ കീ ആയിട്ടുള്ളത്. അവരെ പരിചയപ്പെടേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പ് കൊള്ളാം. നമ്മൾ തുണി എടുക്കാൻ പോയാൽ നമ്മൾ പഴം മേടിക്കാൻ പോയാൽ കേടില്ലാത്തത് നോക്കിയെടുക്കും. നമ്മൾ മീനെ പിടിക്കാൻ ചീഞ്ഞു പോയതാണോ എന്ന് നോക്കും. തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ കീ. അറിയേണ്ടതുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയാതെ പണ്ട് കാലത്ത് വല്ലവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് പണ്ട് അതില്ലാതിരുന്നത്. അന്ന് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് പ്യുവർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വപ്നത്തിലേ ഉള്ളൂ, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഫാൻറ്റസിയാണ്. ഈ ഹിന്ദി സിനിമയ്ക്കകത്ത് പ്രണയം പോലെ. ഹിന്ദി സിനിമയ്ക്കകത്ത് കണ്ട ഇന്ത്യക്കാർ മുഴുവൻ പ്രണയിക്കുകയാണെന്ന് തോന്നുന്നു. വെടിവെച്ച് കൊല്ലും റോഡിലെങ്ങനെ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ. തല്ലിക്കൊന്നും വെട്ടിക്കൊല്ലും. പക്ഷേ ഹിന്ദി സിനിമ കണ്ടാലോ ഇന്ത്യക്കാർ മുഴുവൻ ഡാൻസ് ചെയ്ത് പാട്ട് പാടിയിട്ട് അവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നത്തില്ലേ? ആ ഫാൻറ്റസിയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യർ ചെയ്തിരുന്നത്. അതിനെയാണ് അവർ റൊമാൻറ്റിക് എന്ന് വിളിച്ചിരുന്നത്. അതൊന്നും അല്ല റൊമാൻസ് എന്ന് പറഞ്ഞാൽ. മനുഷ്യർ തമ്മിൽ ഒന്നിച്ചിരുന്ന് രാത്രി നക്ഷത്രം കണ്ടും കാര്യം പറയുന്നതും യാത്ര ചെയ്യാൻ പോകുന്നതും പരസ്പരം ഇഷ്ടത്തോടെ പ്രണയത്തോടെ തൊടുകയും തലോടുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ് റൊമാൻറ്റിക് ആയ ലവ്. അല്ലാതെ
ഇല്യൂഷനകത്ത് കഴിയുന്നതല്ല, ഫാൻറ്റസിയിൽ കഴിയുന്നതല്ല. അങ്ങനെ ആക്കി അവർ വെച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ തീരുമാനം ഒരിക്കലും അനുവദിക്കാതിരിക്കുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങളെ പറ്റി മാത്രമാണ്. അതുകൊണ്ടാണ് കുമാരനാശൻ കവിതയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് ശരീരനിബദ്ധമല്ല എൻ്റെ പ്രണയം. കാരണം നമ്മളിങ്ങനെ ശരീരവും അടുക്കാൻ സമ്മതിക്കത്തില്ല. ആ അതുകൊണ്ടാണ്. അപ്പം ഇത് ശുദ്ധമായ പ്രണയമാണെന്ന് പറയുന്നത് അവരൊരു ഇല്യൂഷനിൽ കഴിയുക എന്നുള്ളത് മാത്രമാണ്. കവിതയും കഥയും കൂടി വന്ന ഒരു കത്തെഴുതി ബുക്കിനകത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതൊക്കെയാണ്, ഭിത്തിക്കൊക്കെ എഴുതി വെക്കുക എന്ന് പറയുന്നതാണ്. ഇതൊന്നുമല്ല പ്രണയം. പരസ്പരം അറിയേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പാണ്. ഈ ആള് എനിക്ക് യോജിക്കുന്ന ആളാണോ എന്ന് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് പ്രണയം. അത് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചേ സംഭവിക്കുന്നുള്ളൂ. അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന പഴഞ്ചൻ കാളവണ്ടി ഓടിക്കുന്ന വിദ്വാന്മാരാണ് ലോകത്തുള്ളത്. വീട്ടുകാർ മുഴുവൻ കാളവണ്ടിക്കാരാണ്. കാറ് കണ്ടാൽ പേടിക്കും, അപകടം വരുമെന്നാണ് പറയുന്നത്. അതൊരു ഇഷ്ടം കൊണ്ട്, പേടി കൊണ്ടായിരിക്കും. അവരുടെ പേടി മുഴുവനും ഇതാണ്. അതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുവാദമില്ലാതെ നടത്തുന്ന എല്ലാ കാര്യവും തെറ്റാണെന്ന് അവർ വിചാരിക്കും. അനുസരണ പഠിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ടാണ് അവരത് ചെയ്യിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് നടക്കാത്തത്. അതേ സമയത്ത് പൗരബോധമുള്ളവരാണെങ്കിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറും. പൗരബോധം ഉണ്ടാകാത്തവർ പ്രണയിക്കാൻ അനുവദിക്കുമ്പം അപകടം ഉണ്ടാകുന്നത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ല വണ്ടി വീട്ടിൽ വെച്ചേക്കാനല്ല, വണ്ടി ഉപയോഗിക്കാതിരിക്കാനല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, നന്നായി അത് ഉപയോഗിക്കാനാണ്. അപ്പം എടുക്കേണ്ട പ്രിക്കോഷൻസ് ഉണ്ട്. ഇതാണ് പഠിക്കുന്നത്. ഇത് പഠിപ്പിക്കാതെ വണ്ടിക്കകത്ത് ഒരു കാറ് ഊബറും ഇടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ടാക്സി പിടിച്ച് പോകുന്നവരായിട്ട് പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ലോകമാണ് നമ്മളുണ്ടാക്കിയത്. അപ്പോൾ വല്ലവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം, അവരുടെ വണ്ടിയുടെ പുറകെ കയറിയിരുന്നാൽ മതി. തന്നെത്താൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തവരാക്കി മാറ്റുന്നതാണ് പഴയകാല പ്രണയം. അത് പ്രണയമേ അല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, നിസ്സഹായവൻ്റെ കൊതികൾ മാത്രമാണ്. അത് അവരിങ്ങനെ കവിതയ്ക്കകത്തും കഥയ്ക്ക് ഇഷ്ടം പോലെ പഴയ സിനിമാ പാട്ടിനകത്ത് മുഴുവൻ നോക്കിയാൽ മതി. അങ്ങനത്തെ വരികൾ അവരെഴുതുന്നത്. ഇതുകൊണ്ടാണ് യഥാർത്ഥ ജീവിതം അവർക്കില്ല, അത് നിഷേധിക്കപ്പെട്ടതാണ്. അതിനകത്തല്ല അവർ സൗന്ദര്യം കാണുന്നത്, അവരുടെ സ്വപ്നത്തിലാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഗന്ധർവന്മാരുമായിട്ടായിരുന്നു സ്ത്രീകൾക്ക് ബന്ധം. പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാകുന്നുണ്ടാവും, അത് പറയാനും കൂടെ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് ഗന്ധർവനാണ് വന്ന് ഗർഭം. യേശു ക്രിസ്തുവിൻ്റെ അമ്മയ്ക്കൊക്കെ അങ്ങനെയല്ലേ, ദൈവമല്ലേ അന്ന് ബന്ധം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇതാണ് ചെയ്യുന്നത്, ഏലിയൻസാണ് വരുന്നതെന്ന് പറയും. ഇതെല്ലാം ഈ സ്വപ്നത്തിനകത്തുള്ള സാധനമാണ്. അതങ്ങനെ, അതാണ് ഞാൻ ഈ പറഞ്ഞേ, യഥാർത്ഥ ജീവിതത്തിനകത്തുള്ളതും കൂടെ മറച്ചു വെച്ചിട്ട് ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടാണ്. നമ്മുടെ നാട്ടില് കുന്തിക്ക് 5 പേരുമായിട്ടാ ബന്ധം. അതാവുന്ന അവരുടെ ആരുടെയും പേരില്ല. അതിന് പകരം സൂര്യൻ വന്നു, ചന്ദ്രൻ വന്നു, വായു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവരുടെയൊക്കെ അച്ഛനും അമ്മമാരുടെയും കാര്യം പറയുന്നത്. ഇതെല്ലാം ഇതുപോലുള്ള പഴഞ്ചൻ കഥകൾ പഠിപ്പിച്ചായിരുന്നു ആളുകൾ ഇത് പറയുന്നത്. പണ്ട് സ്ത്രീകൾക്ക് ഗർഭമെല്ലാം ഉണ്ടാക്കിയിരുന്നത് ഗന്ധർവന്മാരാണ്. ഇതാണ് അതിനകത്ത് തമാശ എന്ന് പറയുന്നത്. അത് ഫാൻറ്റസി പറഞ്ഞാൽ അതുപോലും അപ്പം എല്ലാവരും ഇത് വിശ്വസിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് വർക്ക് ചെയ്യും. ഇപ്പൊ പറഞ്ഞ ആളുകൾ എടുക്കത്തേ ഇല്ല. പക്ഷെ ഈ വിശ്വാസമൊക്കെ എപ്പോഴും പറയും. പണ്ട് കാലത്ത് ഗന്ധർവം വരുമെന്നുള്ള കാര്യം ഇപ്പോഴും സമ്മതിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഗന്ധർവന്റെ കാര്യം പറഞ്ഞാൽ എടുക്കത്തില്ല. അത് അങ്ങനെയാണ് അത് മാറിയിട്ടുള്ളത്. അല്ലാതെ ആളുകൾ യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ഉണ്ടായാൽ പോലും അത് ഓൺ ചെയ്യാൻ കഴിയാത്തവരായിരുന്നു. അപ്പോഴാണ് ഈ കപടമായ ഇത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളും പറയുന്നത്. സത്യസന്ധമായിട്ട് നമുക്കറിഞ്ഞൂടെ, 2 വ്യക്തികൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ 2 ജീവികൾ, എല്ലാ ജീവികളും അറിയുന്ന എല്ലാ ജീവികളും തമ്മിൽ ബന്ധം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞുണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും കാണരുതോ? അതിന് അത്ഭുതകരമായി വല്ലതും ഉണ്ടോ? അതിന് ദൈവം വരണോ, ഗന്ധർവം വരണോ, ഏലിയൻ വരണോ? ഇതൊന്നും വരണ്ട. ഓരോ കാലത്തെ ഫാന്റസികളാണ്. അതാണ് അതിനകത്ത് ജീവിക്കുകയും അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ് പണ്ട് കാലത്തെ പ്രണയം. അങ്ങനല്ല നമ്മൾ പറയേണ്ടത്. ഞാൻ തിരഞ്ഞെടുക്കുന്ന അപ്പോൾ പരസ്പരം അറിയും. ക്ലാസ് റൂമിനകത്ത് ആൾക്കാർക്ക് പരസ്പരം പരിചയപ്പെടാൻ തുടങ്ങാൻ പറ്റും. അവരുടെ ജീവിതത്തിനകത്ത് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ പരസ്പരം പരിചയപ്പെടാൻ പറ്റും. ഒരാളുടെ സ്വഭാവം അറിയേണ്ടതുണ്ട്. ഒരാളുടെ കൂടെ നമ്മളിപ്പം പെണ്ണ് കാണുന്നു എന്ന് പറയുന്ന സമയത്ത് എന്തറിയുന്നു?
എന്താണ് ഒരാൾ വന്ന് Arranged marriage. കാണുന്നത്? എന്താണ്? നിങ്ങൾ തന്നെ നോക്ക്, എന്താണ് ഈ കാണുന്നത്? അറേഞ്ച് മാരേജ് എനിക്ക് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ വെറുതെ ആലോചിക്കുക, നമ്മൾ ഒരാളെ എങ്ങനെ അറിയും? വസ്തുവാക്കിയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെല്ലാം വസ്തുക്കളായി പോയത് കൊണ്ടാണ്. സാധനം എന്നാണ് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുന്നത്. എങ്ങനെയാ മനസ്സിലാക്കുന്നത്? വസ്തുക്കളാണ്. അപ്പം വസ്തുക്കളെ കാണാനാണ് വരുന്നത്. അല്ല, നിങ്ങൾക്ക് ആന്തരികമായ ഒരു ലോകം ഉണ്ടെന്ന് സമ്മതിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തിത്വമില്ല. മറ്റൊരാൾക്ക് ഉപയോഗിക്കാനുള്ള ജീവികൾ മാത്രമാണ്. ഇപ്പൊ കുറെയൊക്കെ ഇപ്പൊ കുറേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കല്യാണം തന്നെ തിരഞ്ഞെടുക്കുന്ന ആളിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും കഴിയുമോ? മാത്രമേ ചോദ്യം. അത് ശരി. ചില ഇപ്പൊ അതിന് വേണ്ടി നിങ്ങൾ സമരം ചെയ്യേണ്ടി വരും, അല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് അതങ്ങനെ കുറച്ചെന്ന് പറയണ്ട. കുറച്ചെന്ന് പറയുന്ന സാധനം മുഴുവനും ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പരസ്പരം കാണാനുള്ള ഇടമുണ്ടാകുന്നുണ്ട്. അപ്പോഴും ആണിനെയും പെണ്ണിനെയും രണ്ടിടത്ത് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? വിവേചനത്തോടെയല്ലേ വളർത്തുന്നത്? വിവേചനം പഠിപ്പിക്കുന്ന ഇടമായിട്ടാണ് സ്കൂളുകളൊക്കെ തുടരുന്നത്. നമ്മൾ ഏറ്റവും പഠിക്കുന്ന സ്ഥലത്ത് പരസ്പരം അറിയാനുള്ള ഇടത്തിനകത്ത് വിവേചനം പഠിപ്പിക്കുന്ന ഇടമാണ് നമ്മുടെ സ്കൂളുകൾ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളൊരാളെ ആയിട്ട് നല്ല പെരുമാറ്റം ഉണ്ടാക്കാൻ പറ്റും? കഴിയില്ല. ബോയ്സ് ആയിട്ട് കൂട്ടുകൂടിയ പ്രശ്നമാണ്. അതാണ് തെറ്റെന്നാണ്. നിങ്ങളുടെ സഹപാഠിയാണ്, ആ സഹപാഠി മോശപ്പെട്ട ആളാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ ഇപ്പം പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഒരു പയ്യനെ ഇരുത്തി അപമാനിക്കുന്ന ക്ലാസ് റൂമാണ്. അവനെ ശിക്ഷിക്കാൻ വേണ്ടി അതിനകത്തൊക്കെ കയറ്റി നിർത്തും. ആ ചെയ്യുമ്പം നിങ്ങൾ മോശപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കും വിചാരിക്കണ്ടേ? രണ്ട് തരത്തില് എന്നുവെച്ചാൽ പുരുഷന്മാർ മെച്ചപ്പെട്ടു വരും, സ്ത്രീകൾ മോശമാണെന്ന് വരുത്തുന്നതുകൊണ്ടാണല്ലോ പുരുഷനെ സ്ത്രീയുടെ ഇടയിൽ വെച്ച് അപമാനിക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങളിൽ എന്താണ് അപമാനകരമായിട്ടുള്ളത്? ആദ്യമേ നിങ്ങൾ ആരുമല്ല എന്ന് ഈ അധ്യാപകർക്കും, അധ്യാപിക ആണും പെണ്ണും അല്ല, അധ്യാപകർ മുഴുവൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ രണ്ടാം തരമാണെന്ന് അറിയുന്നവരാണ്, തുല്യരല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് അപമാനകരമായിട്ട് മാറുന്നത്. സ്ത്രീകൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാർ മോശമാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുന്നത് കേട്ടുകൂടാ, കാരണം രണ്ടാം തരമാണ്. അവരെ പെങ്കോന്തൻ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്ത് വാക്കാ അത്? ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രണ്ടാം തരമായ മനുഷ്യരാണ്, അല്ലാതെ നിങ്ങൾ ഇതുവരെ തുല്യരായിട്ടില്ല. അതുകൊണ്ട് തുല്യത ഒരു വശത്തൂടെ ചില കാര്യങ്ങളിൽ ഉണ്ടാകുകയും മറ്റു കാര്യങ്ങളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ സംഘർഷമാണ് ഈ വീടുകളിൽ മുഴുവനുള്ളത്. അതാണ് ആളുകൾ എന്നെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. 5 മിനിറ്റ് വേണം നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ക്യൂ കാർഡ്സ് എന്നാണ് സെഗ്മെന്റിന്റെ പേര്. അപ്പൊ അതിൽ കുറച്ച് സംശയങ്ങളാണ്. അതിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളതാണ് സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ മൈത്രേൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നല്ല വിദ്യാഭ്യാസമുള്ളവർ എന്തുകൊണ്ട് തെറ്റിൽ നിന്നും പിന്തിരിയുന്നില്ല? തെറ്റും ശരിയും പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 2 തരത്തിലെ മൂല്യബോധത്തിലാണ്. തെറ്റും ശരിയും എന്താണെന്ന് പഴയ മൂല്യബോധത്തിനകത്ത് അനുസരിക്കുന്നതാണ് ശരി, പുതിയ മൂല്യബോധത്തിനകത്ത് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഇതിൻ്റെ കോൺഫ്ലിക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ആധുനിക സമൂഹത്തിൻ്റെ തെറ്റും ശരിയും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? എന്തിനീ നിർബന്ധം? വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് മനുഷ്യരെ പറഞ്ഞാൽ ഉണ്ടാക്കാൻ, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ട് ഓരോ ജീവിക്കും സ്വാഭാവികമായിട്ടുള്ള കഴിവാണ്. അതിനെ നിയന്ത്രിതമായി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരാക്കി മാറ്റുന്ന തരത്തിൽ വളർത്തുന്നത് കൊണ്ടാണ് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. നിങ്ങൾക്ക് വേണമെങ്കിലാകാം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ലാത്തവരായതുകൊണ്ടാണ് എല്ലാവരെയും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത്. ഇത് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ളവർ. നമ്മുടെ വീട്ടിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നിർബന്ധിക്കുമല്ലോ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. അടുത്ത തലമുറയെ നമുക്ക് വേണോ വേണ്ട എന്നുള്ളതല്ല, നിർബന്ധപൂർവ്വം നമ്മളത് ചെയ്യണമെന്ന് പറയുന്നിടത്താണ്. കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉണ്ടാകും. എല്ലാ ആൾക്കാർക്കും ഇണകളെ ഉണ്ടാകണമെന്ന് പോലും ഇല്ല.
അങ്ങനെയൊക്കെയായിരുന്നു ജീവിതവും ഒക്കെ നിൽക്കുന്നത്. പക്ഷേ എല്ലാ ആൾക്കാരെയും കൊണ്ട് നിർബന്ധപൂർവ്വം കുട്ടികളെ വളർത്താനായിട്ട് ഇപ്പോൾ 800 കോടി ജനമുണ്ടെന്ന് അറിയണം. ഒരു വശത്തൂടെ നമുക്ക് കോണ്ടവും കണ്ടുപിടിച്ച് കുട്ടികളെ ഉണ്ടാകാതെ നോക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വശം, എന്നിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് കുട്ടി. അപ്പം ഇത് ഈ രണ്ട് മൂല്യബോധമാണ്. രണ്ട് തരത്തിലുള്ള പണ്ട് രാജാക്കന്മാർ കുട്ടിയെ ഉണ്ടാക്കിയാൽ 18 വയസ്സാകുമ്പം അവർ പട്ടാളത്തിൽ കൊണ്ടുപോകും. നമ്മുടെ കുട്ടിയല്ല, നമുക്ക് കാശ് പോലും തരാതെ നമ്മളെ കുട്ടിയെ വളർത്താനായിട്ട് നിർബന്ധിക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കും. സമൂഹ ജീവിയാകാനായിട്ട് സമ്മതിക്കത്തുമില്ല. വല്ലവർക്കും ഉപയോഗിക്കുന്നവരായിട്ട് തുടരുന്ന ഒരു സ്ഥലവും അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പം സാമൂഹികമായിട്ട് നമ്മൾ എല്ലാവരും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവർക്കും ഓരോന്ന് ചെയ്യാനുള്ള കഴിവുള്ളവരായിട്ട് മാറിയേനെ. അതുമില്ല. ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്ന കുഞ്ഞ് ഇപ്പം എന്താണ് ബൈബിളിനകത്ത് അബ്രഹാം മകനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നില്ല, അന്നൊരു കേസും ഇല്ല. എന്തുകൊണ്ടാ? മുകളിലൊരു രാജാവില്ല. അപ്പം ഈ കുട്ടി എന്ന് പറയുന്നത് രാജാവിന് അടിമയായി മാറേണ്ട ആളാണെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രജയായി മാറേണ്ട ആളാണെന്നുള്ള അറിവ് കൊണ്ടാണ് കുട്ടിയെ കൊല്ലാൻ പറ്റാതായത്. അത് കൊല്ലുന്നത് നല്ലതാണോ അല്ലയെന്നുള്ള ചർച്ചയിലല്ലത്. പക്ഷെ ജനിപ്പിച്ച ആളിന് കൊല്ലാൻ അവകാശം ഉണ്ടെന്നായിരുന്നു പണ്ട് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് ബലി ചെയ്തിരുന്നത്. ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരുന്നു. പക്ഷെ അത് രാജാവിനായപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന കുഞ്ഞിനെ ഇന്ന് നമുക്ക് കൊല്ലാനൊക്കത്തില്ല. പക്ഷെ കുട്ടി നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിക്കാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ ചെലവിന് നമ്മൾ ചെയ്യുന്ന പണിയെടുത്ത് ഒരു 18 വയസ്സായ ഒരാണിനെയോ പെണ്ണിനെയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ മാത്രമാണ്, നമ്മുടേതല്ല. അപ്പം നമ്മുടേതല്ല എങ്കിൽ പിന്നെ നമ്മൾക്ക് ചെലവിന് തരണ്ടേ നമ്മൾ ഈ പണിയെടുത്താൽ? നിങ്ങളൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയാൽ കാശ് കിട്ടത്തില്ലേ? നഴ്സറിയിൽ പോയി കുട്ടികളെ നോക്കിയാൽ കാശ് കിട്ടത്തില്ലേ? ഇതൊന്നും വീട്ടിലുള്ളവർക്ക് കിട്ടുന്നില്ലല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഒരു പണിയാണ്, പക്ഷെ ആ പണിയായിട്ട് കാണുന്നുമില്ല, പണി ചെയ്ത് കൊടുക്കുകയും വേണം. മനസ്സിലായി. മലയാളികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കുറഞ്ഞു പോകുന്നുവോ? മലയാളികളുടെ കാര്യമൊന്നുമല്ല, ലോകവ്യാപകമായിട്ട് അങ്ങനെ തന്നെയാണ്. അത് അതിൻ്റെ ഗ്രേഡിന് വ്യത്യാസങ്ങളേ ഉള്ളൂ. ജനാധിപത്യപരമായിട്ടുള്ള സമൂഹത്തിനകത്ത് എത്രത്തോളം മുന്നോട്ട് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളിടത്ത് അത് നടക്കുന്നുണ്ടാവും. അല്ല, മലയാളികൾ പ്രശ്നമല്ല. മലയാളികൾക്ക് കുറേ കൂടെ അടിമത്തം അനുഭവിക്കുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യം കൂടുതലായിട്ട് അനുഭവിക്കുന്നതിൻ്റെ കാര്യം എല്ലാവരും സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ്. മറ്റിപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാവരും ഇപ്പോഴും സ്കൂളിൽ പോകുന്നവരല്ല, അതുകൊണ്ട് അവർക്ക് അത്രയും ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. ഇവിടെ ഈ സകല 2 തരത്തിലെ മാറ്റി ഇരുത്തി മുഴുവൻ എണ്ണത്തിനെയും പ്രണയ കത്ത് പിടിച്ച് വളർത്തിയ അധ്യാപകർ വളർത്തി ബോൺസായി ആക്കി ആണും പെണ്ണും ആണ് ഈ കാണുന്ന മുഴുവൻ. അതുകൊണ്ട് പരമാവധി ദാരിദ്ര്യം അനുഭവിക്കുന്നവരാ. അതുകൊണ്ട് മലയാളികൾക്ക് സാക്ഷരത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് സെക്സ് എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് അതുകൊണ്ടാണ് അത് നിഷേധിക്കപ്പെട്ടതാണ്. രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് ലൈംഗികത പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോകുന്നത്. എന്നിട്ട് എന്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആർക്കോ വേണ്ടി ജോലി എടുക്കാൻ വേണ്ടി ഉണ്ടായ സ്ലേവ്സിനെയാണ് ഈ ഉണ്ടാക്കുന്നത്. മാറി ചിന്തിക്കാൻ പോലും അനുവദിക്കത്തില്ല. അതാണ് സത്യം. ദാമ്പത്യ ബന്ധം ഒരു ലോക്ക്ഡ് എഗ്രിമെന്റ് ആണോ? കണിശമായിട്ട്. കാരണം അവര് തിരഞ്ഞെടുക്കുന്നതല്ല. നിങ്ങളൊരു ജോലിക്ക് പോകുന്ന പോലെ തന്നെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അതിനകത്തില്ല. അതിന് ലോക്ക്ഡ് ആണ്. അത് പണ്ട് എന്താണ് സോൾമേറ്റ് എന്നൊക്കെയാണ് കൺസെപ്റ്റ് വയ്ക്കുന്നത്. ജീവിതകാലം മുഴുവൻ രണ്ടുപേര് തമ്മിൽ ജീവിക്കാൻ ബാധ്യതയാണ്. അവർ തമ്മിൽ ചേരത്തില്ലെന്ന് എത്ര കണ്ടുപിടിച്ചാലും വിടത്തില്ല. ഇപ്പോഴും ഈ കുടുംബ കോടതിക്കകത്ത് 10 കൗൺസിലിങ്ങും കൊടുക്കും. ഇതല്ലേ ഇവർ ജീവിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടെത്തിയിട്ട് അവിടെ എത്തിയവരാണ്. അവരെ പിരിയാനായിട്ട് സഹായിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അവരെ എങ്ങനെങ്കിലും കുത്തി കയറ്റി ചേർക്കാൻ പറ്റുമെന്ന് ഇവർ നോക്കിക്കൊണ്ടിരിക്കും. ആ പണി മുഴുവൻ ചെയ്തിട്ടാണ് അവസാനം അത് ചെയ്യുന്നത്. എന്നിട്ട് തമ്മിൽ അടിച്ചും കൊന്നും തിന്നും ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൗൺസിൽ ചെയ്യുന്ന എപ്പോഴാണ്? ജീവിക്കാൻ പഠിക്കുന്നിടത്താണ് കൗൺസിലിംഗ് വരേണ്ടത്. ക്ലാസ് റൂമിനകത്താണ് ആ കൗൺസിലിംഗ് വരേണ്ടത്. തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. തിരഞ്ഞെടുത്ത് ജീവിച്ച്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിച്ചത് നിങ്ങളല്ലേ, ഒരാളോടൊത്ത് ജീവിച്ചതല്ലേ. ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടെത്തുമ്പോഴാണ് അവർ പിരിയണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അവരെ അവിടെ കൗൺസിൽ ചെയ്ത് ചേർക്കുക എന്ന് പറയുമ്പം ശ്വാസം മുട്ടി വീണ്ടും ജീവിക്കുന്നവരായിരിക്കും 80%.
രോഗചികിത്സ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത് നമുക്ക് കാണാം. ബാക്കി മുഴുവൻ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ അനുഭവിക്കത്തേ ഉള്ളൂ. കാരണം അവർ പിടച്ച് മരിക്കുന്നതിന് എത്തിയിട്ട് മരിക്കാനും കൂടെ സമ്മതിക്കാത്ത നിലവാരത്തിൽ പിന്നെയും ജീവിപ്പിക്കുക എന്നുള്ളതിന് വിജയിച്ചു എന്നൊക്കെ പറയും. വളരെ കുറച്ച് മനുഷ്യരുണ്ടാകാം അങ്ങനല്ലാതെ. ബാക്കി മുഴുവൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പിരിയുന്നതിന് സഹായകരമായ കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. അതാണ് കോടതിയിൽ ഇതുവരെ ഇല്ലാത്തത്. കാരണം കോടതിക്കകത്ത് ഇതുവരെയും ആ തരത്തിലൊരു മൂല്യബോധം, പഴഞ്ചൻ കോടതികളാണ്, അങ്ങനെയാണ് മനസ്സിലായത്, പഴഞ്ചൻ കോടതികളാണ്. അവിടെ ഇരിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ്. 80% നിയമങ്ങളും ഇന്നും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ്. കാരണം ഈ ജനാധിപത്യപരമായിട്ടുള്ള ജീവിതത്തിനെ പറ്റി അറിഞ്ഞുപോലും ഇല്ലാത്ത കാലത്തുണ്ടാക്കിയ നിയമങ്ങളാണ്. അതൊക്കെയാണ് ഈ കോടതിയിലിരിക്കുന്ന വിദ്വാന്മാർ പഠിച്ചിട്ട് ഈ ലോ കോളേജിലൊക്കെ പോയി പഠിച്ച ഭയങ്കര വിവരത്തോടെ പഠിച്ചെന്നൊക്കെ നമ്മൾ വിചാരിക്കും. കാണാതെ പഠിച്ച സാധനങ്ങൾ അതൊക്കെ. ജീവിതത്തിനെ പറ്റിയും ഈ പറയുന്ന മൂല്യബോധം ഉണ്ടാകുന്ന നിലവാരത്തിലുള്ള ഒരു സാധനവും അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ കോടതികൾ തന്നെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇതുവരെ ഇരിക്കാനൊരു കസേര തരാത്ത കോടതിയാണ്. രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ഥലമാണ്. മജിസ്ട്രേറ്റർമാർ കൊച്ചു രാജാക്കന്മാരാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ നിന്നൊന്നും ജനാധിപത്യപരമായ ഒരു സമീപനവും ഇല്ല. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ഒരു സാധനവും ഇല്ലാത്ത ലോകത്താണ് നമ്മളിപ്പോഴും ഉള്ളത്. സ്ത്രീകളുടെ വസ്ത്രധാരണം മാത്രമാണോ പ്രശ്നം? അതിങ്ങനെ അരി തിന്ന് മറ്റേ പണ്ട് വെള്ളം കലക്കി ാണ് ആടിനെ ചെന്നാ പിടിച്ചെന്ന് പറഞ്ഞൊരു കഥ പണ്ടേ പഠിപ്പിക്കുന്നതാണ്. വെള്ളം കലക്കുന്നത് താഴെ നിന്നാ, അത് നിൽക്കുന്നത് താഴെയാണ്, വെള്ളം താഴോട്ടല്ലേ ഒഴുകുന്നത്. അപ്പം മുകളിൽ ഇരിക്കുന്ന ചെന്നയാണ് പറയുന്നത് നീ വെള്ളം കലക്കിയിട്ടാ ഞാൻ നിന്നെ പിടിച്ചെന്ന് പറയുന്ന പോലെ ന്യായം പറയുന്നതാണ്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഏത് വസ്ത്രം ഇട്ടാൽ എന്താണ്? നിങ്ങൾ വസ്ത്രം ധരിക്കാതിരുന്നാൽ മര്യാദയ്ക്ക് പെരുമാറണ്ടേ? അപ്പോൾ പണ്ട് കാലത്ത് അപ്പോൾ ഈ കാട്ടിലെ വസ്ത്രമൊക്കെ കണ്ടുപിടിക്കാതിരിക്കുന്നതിന് മുമ്പ് മുഴുവൻ ബലാത്സംഗങ്ങളായിരിക്കുമല്ലോ. അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനെ അതാണ്. അത് വളരെ മര്യാദ കെട്ട ഒരു പറച്ചിലാണ്. നിങ്ങളെ കാരണമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറേണ്ട എൻ്റെ പണിയാണ്, നിങ്ങൾ കാരണമല്ല. അത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ ആക്രമിക്കും, എന്നെ പ്രലോഭിപ്പിക്കരുതെന്നാണ്. അയ്യോ, ഈ ആരുടെ ഇവൻ പ്രലോഭിപ്പിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, ഈ ഹോട്ടലിലെല്ലാം ഇഷ്ടം പോലെ ഭക്ഷണവും സാധനമൊക്കെ ഇരിക്കുമല്ലോ, ആൾക്കാർ അതെല്ലാം തല്ലിപ്പൊട്ടിച്ച് അങ്ങോട്ട് കയറുന്നുണ്ടോ? അതെന്താ? വിശക്കുന്ന ഉടനെ അവിടെ തല്ലിപ്പൊട്ടിച്ച് കയറി അങ്ങ് എടുക്കുമല്ലോ. സ്വർണ്ണക്കടയിൽ ഇപ്പോൾ താഴത്തെ കടയിൽ കയറിയിട്ട് എനിക്ക് സ്വർണ്ണക്കട എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തല്ലിപ്പൊട്ടിച്ച് അങ്ങ് കയറി എടുക്കുമോ? ഒന്നും എടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇത് മുഴുവൻ പറയുന്നത് എപ്പോഴാണ്? അവർക്ക് ചെയ്താൽ അതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് കാണുന്ന സമയത്ത് തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അതിന് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്നുമല്ല, ഒരിക്കലും ചെയ്യത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കള്ള് കുടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ വന്നാൽ അടിക്കുന്നേ, അല്ലെങ്കിൽ അയലത്തുള്ള നമുക്ക് അടിക്കണമെന്ന് തോന്നുന്നതിനെ അടിച്ചിട്ടുള്ളൂ. അല്ലാതെ കള്ള് കുടിച്ചിട്ട് ഞാനങ്ങ് അടിച്ചു പോയി എന്നൊക്കെ പറയത്തില്ലേ. കള്ള് നമ്മളിങ്ങനെ കുടിച്ചിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് റോഡിൽ നിൽക്കുന്ന ആളുണ്ട്, പോലീസ് വണ്ടി വരുമ്പോൾ സകലത് പറഞ്ഞു. അതുവരെ ഒരു ഇതുമില്ല. ഇതുപോലുള്ള ന്യായങ്ങളത്. നിങ്ങൾ ഒരു കാര്യം കണ്ടാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്നറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യില്ല. അത്രയും ലളിതമാണ് അത്. അല്ലാതെ നിങ്ങൾക്ക് വസ്ത്രം ഉണ്ടായാലും വസ്ത്രം ഇല്ലെങ്കിലും വസ്ത്രം മുഴുവൻ ധരിച്ചവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്തു ചെയ്യും നമ്മൾ? ഈ പട്ടാളമൊക്കെ കയറി ഒരു രാജ്യം മുഴുവനും ഉള്ള കൊള്ളയടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ഏത് വസ്ത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്? ഇത് മുഴുവൻ മര്യാദകേടായിട്ട് പെരുമാറുന്നതിനുള്ള ന്യായം മാത്രം. പ്രായമുള്ളവർക്ക് ഒരു പ്രത്യേക ബഹുമാനത്തിന്റെ ആവശ്യമുണ്ടോ? പ്രായമുള്ളവർക്ക് പ്രത്യേക ബഹുമാനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് പ്രായമുള്ളവരുടെ അനുഭവജ്ഞാനം എന്നായിരുന്നു അതിന് പറയുന്നത്. അത് ജീവിബോധത്തിനകത്ത് സ്വാഭാവികമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പം പ്രായമായ ആന, പ്രായമായ മാന് എന്ന് പറഞ്ഞാൽ സംഘമായിട്ടുള്ളതിനകത്ത് പ്രായമുള്ളവർക്ക് അവർക്ക് എവിടെയാണ് വെള്ളമുള്ളതെന്നും എവിടെയാണ് ചെടിയുള്ളതെന്നും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ പ്രായമുള്ളവരെ ആശ്രയിച്ച് വളരുന്ന ജീവി ആയതുകൊണ്ടാണ് അവരോട് നമുക്ക് ബഹുമാനത്തോടെ കഴിഞ്ഞാൽ അവരുടെ സഹകരണമില്ലാതെ നമുക്ക് വളരാൻ പറ്റത്തില്ലെന്ന് അറിയുന്നതാണ്. പക്ഷേ ഇന്ന് വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണ്? ഒരു അമ്മയും അച്ഛനും
അവരുടെ വീട്ടിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ഞങ്ങളെ കുട്ടിക്കാലത്തെ സ്കൂളിൽ വിടും, ആയിരക്കണക്കിന് അമ്മമാരും അച്ഛന്മാരും എഴുതിയ പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഒരമ്മയുടെ അച്ഛൻ്റെ അറിവിൻ്റെ അകത്തല്ല ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന, കോളേജിൽ പോയി പഠിച്ച് വരുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ അമ്മയ്ക്കും അച്ഛനും അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് പഴയ കാലത്തെ അറിവ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന അനുഭവജ്ഞാനം കൊണ്ട് അവർക്ക് എന്തോ ഉണ്ട് എന്ന് തോന്നിയാൽ അവർക്ക് ഇന്ന് അവരുടെ അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, കാളവണ്ടി ഓടിക്കാൻ അറിയുന്ന അച്ഛന് കാർ ഓടിക്കുന്ന മകന് പറഞ്ഞു കൊടുക്കാൻ ഒന്നും കാണത്തില്ല. കാരണം കാളയ്ക്ക് എവിടെ നിന്ന് പുല്ല് മേടിക്കുന്നതെന്നും എവിടെ നിന്നാണ് പിണ്ണാക്ക് മേടിക്കുന്നതെന്നും എവിടെയാണ് അതിനെ കെട്ടുന്നത്, അതിൻ്റെ ലാടം അടിക്കുന്നത് എവിടെയാണെന്നൊക്കെയുള്ള അറിവേ അയാളുടെ അനുഭവജ്ഞാനത്തെ ഉണ്ടാവുള്ളൂ. അല്ലാതെ പെട്രോൾ എവിടുന്ന് സ്റ്റേഷൻ എവിടെയാണെന്നും ഇടതുകൂടെ വണ്ടി ഓടിക്കണമെന്ന് പറയുന്ന ഒരു അറിവായിട്ട് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പഴയ കാലത്തെ വയസ്സന്മാർക്ക് കിട്ടിയിരുന്ന പ്രായം കൊണ്ടുള്ള അനുഭവജ്ഞാനം എന്ന് പറയുന്നത് ഇന്ന് തീർത്തും ഇല്ലാതിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് തുല്യരായിട്ട് പെരുമാറണമെന്ന് പറയുന്നതിൻ്റെ കാരണം. എനിക്ക് എൻ്റെ പ്രായത്തിൽ ഒരു വോട്ടാകുന്നത് അതുകൊണ്ടാണ്. കാരണം എൻ്റെ അനുഭവജ്ഞാനം ജീവിച്ച് കിട്ടുന്നതല്ല, ചുറ്റുപാടൊന്ന് ആർജിക്കുന്നത്. അത് ആർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടി 18 വയസ്സാകുമ്പോഴത്തേന് ഈ വിദ്യാഭ്യാസം നേടി തുല്യരായി മാറുമെന്ന് അറിയുന്നതുകൊണ്ടാണ് വോട്ടൊന്നാകുന്നത്. അതുകൊണ്ട് പഴയ കാലത്ത് പ്രായമായവരെ ബഹുമാനിച്ചു എന്ന് പറയുന്നത് അവരുടെ അനുഭവജ്ഞാനത്തിൻ്റെ മെച്ചം കൊണ്ടായിരുന്നു. ആ അനുഭവജ്ഞാനം ഇനിയില്ല. ആവശ്യമില്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗശൂന്യമായി പോയിരിക്കുന്നു എന്നുള്ള. അമ്മയുടെ അച്ഛൻ്റെ ആ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കത്തില്ല. ഒരു സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫീസിനകത്ത് ഉള്ളതിനെ പറ്റി അവർക്ക് അറിവില്ല, പുതിയ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവില്ല, ഇൻ്റർനെറ്റിനെ പറ്റി അവർക്കറിയില്ല, കാർ എങ്ങനെ ഓടിക്കണം എന്ന് അവർക്കറിയില്ല. അവരുടെ ആ ഒരു അനുഭവജ്ഞാനത്തിനും ഇന്ന് ഇല്ല. അത് പഴഞ്ചനായിപ്പോയി. അതുകൊണ്ട് പഴയ കാലത്ത് നമ്മൾ കൊടുത്തിരുന്ന അനുഭവജ്ഞാനം എന്ന് പറഞ്ഞ് അവർക്ക് എന്തോ അറിവുണ്ട് എന്ന് തോന്നുന്നത് ഇപ്പോൾ അധികാരം ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരുടെ ജ്ഞാനം കൊണ്ടല്ല. നമുക്കെല്ലാവർക്കും അറിയാം അവർ പറയുന്നത് അസംബന്ധമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. എങ്ങനെയാണ് നമ്മൾ മനുഷ്യരിൽ ഒരു ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരാൾ ഹാപ്പി ആവണമെങ്കിൽ എന്താണ് ഒരു എലമെന്റ്, എന്താണ്? മൈത്രേയൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അതനുസരിച്ച് ചോദിക്കുകയാണ്. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല. ഇതാ ആദ്യം മനസ്സിലാക്കുക. പൊതുവെ നമ്മൾ ഹാപ്പി ആണെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിത സാക്ഷാത്കാരമായിട്ട് നമ്മുടെ പ്രവൃത്തി നമ്മളേതായി മാറുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ്, ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള അറിയുകയും അതിൻ്റെ ജയപരാജയങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ നിലവാരത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവൂ. സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന സ്ഥലത്ത് മാത്രമേ ആ തരത്തിൽ സന്തോഷം ഉണ്ടാവൂ. അത് ഏത് പ്രവൃത്തി, ആ പ്രവൃത്തി നമ്മുടെ റിയലൈസേഷൻ. ഇപ്പം നിങ്ങളൊരു മീൻകറി വയ്ക്കുന്നു, അത് നിങ്ങൾ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അങ്ങനെയാണ് സന്തോഷങ്ങളെല്ലാം വരുന്നത്. നമ്മുടേതാകെ നമ്മൾ ചെയ്തതായിട്ട് നമ്മുടെ എക്സ്പ്രഷനായിട്ട് ജീവിതത്തിനെ മാറ്റുമ്പോഴാണ് സന്തോഷം വരുന്നത്. അല്ലാതെ ഏതെങ്കിലും കുറച്ച് മറ്റൊരു സന്തോഷിച്ചു നിങ്ങളും സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനൊന്നും നോക്കത്തില്ല. ഡാൻസ് ചെയ്യുമ്പം നമ്മളും കൂടെ ചേർന്ന് ഡാൻസ് ചെയ്യുന്നത് സന്തോഷകരമായിട്ട് മാറാം. വേറൊന്ന് ഒരു ആർട്ട് കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുന്ന പോലെ ഒരു ഡാൻസ് കണ്ട് സന്തോഷിക്കാൻ പറ്റും. ഇതൊക്കെ പലതരത്തിലുള്ള സന്തോഷങ്ങളാണ്. അല്ല ജീവിതത്തിനകത്ത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ചെയ്യാനൊക്കുന്നതല്ല. പലതരത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് രസകരമായ ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കാണാനൊക്കെ വളരെ കണ്ടീഷണലാണ് ആ നിലവാരത്തിലുള്ള അനുഭവങ്ങളൊക്കെ. നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞാലൊന്നും സന്തോഷിക്കാനൊക്കെ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് നമ്മൾ കഴിച്ച് നമുക്ക് രസമായി, പക്ഷെ 10 ചോക്ലേറ്റ് തിന്നിട്ട് ഇവിടെ എണീറ്റാൽ മതി എന്ന് പറഞ്ഞാൽ മതി, അപ്പം തീരുവത്. പിന്നെ ആ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ദുഃഖകരമായിട്ടാണ് അനുഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് നമ്മളുടെ തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രസങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അതെപ്പോഴാണോ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങളാണ് ജീവിക്കുന്നതെന്ന് വിചാരമുള്ളപ്പോൾ എല്ലാം സന്തോഷം വരും. അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യമുള്ള ഒരാളിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി എല്ലാ പ്രവൃത്തിയും സന്തോഷകരമായി മാറും. മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിരിക്കും സന്തോഷത്തിന്റെ എലമെന്റ്. അങ്ങനെയുള്ളൂ.
മനസ്സിലായി. ഓക്കെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ തന്നെ എനിക്കിപ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ട് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എന്താണ് പ്രേക്ഷകരോട് മൈത്രിന് പറയാനുള്ളത്? സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിട്ട് മാറാൻ പരമാവധി ഏറ്റവും ആദ്യം ആരാണോ വീട്ടുകാർ അനുവദിക്കുന്ന ആ സമയത്തെല്ലാം ചെയ്തു പഠിക്കണം. സ്വന്തമായി തീരുമാനമെടുക്കാനും അതിന് കഴിവുള്ളവരായിട്ട് മാറാനും അതിനനുസരിച്ച് ജീവിക്കാനും ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്, ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് തുല്യമായി പെരുമാറാനും ഒക്കെ പഠിക്കുകയും പരിശീലിക്കുകയും അത് ചെയ്തുകൊണ്ടിരിക്കുകയും അതിനകത്ത് പരിപക്വമായി മാറുകയും ചെയ്യുകയാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച്.